ഐ എം സോറി എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ വെറുതെ ഒരു ഇമോഷണൽ സ്പീച്ച് കൊടുത്ത് ഇതെൻ്റെ മിസ്റ്റേക്കാണ്, ഞാനിത് മനസ്സിലാക്കുന്നു, സോറി, ഇങ്ങനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ആ ടെക്നിക്കാണ് നമ്മളിന്ന് ഹോപ്പണോപ്പണോ പ്രെയർ പറയാൻ പോകുന്നത് തേർഡ് പാർട്ടീസിന് വേണ്ടിയാണ്. തേർഡ് പാർട്ടീസ് കാരണം ധാരാളം പേർ ദുഃഖത്തിലും വേദനയിലും എന്തിന് ചിലരുടെ ജീവിതം തന്നെ നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു റിലീഫ് കിട്ടാൻ വേണ്ടി ഹോപ്പണോ പ്രെയർ എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. അത് വെറും ഒരു 4 വാക്യമായിട്ട് പറയാതെ അതിനൊരു ഇമോഷണൽ സ്പീച്ച് കൊടുത്താൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു റിസൾട്ട് കിട്ടുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരാളോട് ഐ എം സോറി എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ വെറുതെ പോയി ഐ എം സോറി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? എന്നാൽ അതിനൊരു ഇമോഷണൽ സ്പീച്ച് കൊടുത്ത് ഇതെൻ്റെ മിസ്റ്റേക്കാണ്, ഞാനിത് മനസ്സിലാക്കുന്നു, ഞാനിങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, എന്നോട് ക്ഷമിക്കൂ, ഐ എം സോറി, ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെ ഇരിക്കും? ഇതല്ലേ എഫക്റ്റീവ്. അപ്പോൾ ആ ടെക്നിക്കാണ് നമ്മളിന്ന് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു റിസൾട്ട് കിട്ടുന്നതാണ്. തേർഡ് പാർട്ടീസ് എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി മാറിപ്പോകും. ഓപ്പണോ പ്രെയർ എന്ന് പറയുന്ന 4 സെൻറ്റൻസ് ആണ്. ഐ എം സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഐ എം സോറിക്കും പ്ലീസ് ഫർഗീവ് മീക്ക് സമാന അർത്ഥമാണുള്ളത്. എന്നാൽ പോലും നമുക്ക് ഐ എം സോറിക്ക് ഞാൻ ഖേദിക്കുന്നു എന്ന് പറയാം. പ്ലീസ് ഫർഗീവ് മീ എന്നോട് ക്ഷമിക്കൂ, താങ്ക് യു, ഐ ലവ് യു. നമ്മൾ ഓപ്പണോ പ്രെയർ പറയുമ്പോൾ എല്ലാ തെറ്റുകളും നമ്മൾ ഏറ്റെടുത്ത് എന്തിനു വേണ്ടിയാണോ പറയുന്നത് അവരോട് നമ്മൾ ക്ഷമിച്ചു കൊടുക്കുന്നതായിട്ടാണ് പറയുന്നത്. ഒരാൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകണമെങ്കിൽ അവരെ നമ്മൾ വെറുക്കുകയും ശപിക്കുകയും അവരെ പിന്നാലെ ചേസ് ചെയ്ത് പോവുകയും ചെയ്യുകയാണെങ്കിൽ അവർ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോവില്ല. അവർ കൂടുതൽ ശക്തരായി നമ്മുടെ ജീവിതത്തെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. കാരണം നമ്മളിങ്ങനെ അവരുടെ മേലെ എനർജി പാസ്സാക്കുകയാണ്. നമ്മൾ അവരെക്കുറിച്ച് ചിന്തിച്ച് വെറുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എനർജി ടെലിപ്പതി വഴി അവരിലേക്ക് പാസ്സാവുകയാണ്. അപ്പോൾ അവർ ശക്തരാവുകയും നമ്മൾ വീക്കാവുകയും ചെയ്യും. അതുകൊണ്ടാണ് ധാരാളം തെറ്റ് ചെയ്യുന്നവർ അവർ ഇങ്ങനെ വളർന്നു പോവുകയും നമുക്ക് എന്നും ദുഃഖം മാത്രം ഇരിക്കുന്നതിൻ്റെയും പ്രധാന കാരണം ഇതാണ്. ഇതിനെ റിവേഴ്സ് സൈക്കോളജിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതിനാണ് ഈ ഹോപ്പണോപ്പണോ പ്രെയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവരോട് ക്ഷമിച്ചു കൊടുത്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവർ പടിയിറങ്ങൂ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരും, നമ്മളെ ഇത്രയും ദ്രോഹിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തവരോട് എങ്ങനെയാണ് നമ്മൾ എല്ലാ തെറ്റുകളും ഏറ്റെടുത്ത് അവരോട് ക്ഷമിക്കുക എന്ന്? ശരിയാണ്, കഷ്ടം തന്നെയാണ്. എന്നാൽ ഇത് നമ്മുടെ ആവശ്യമാണ്, ഇത് നമ്മുടെ ജീവിതമാണ്. അവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങേണ്ടതും നമ്മൾ ശാന്തമായിട്ടും സമാധാനമായിട്ടും ഇരിക്കേണ്ടതും നമ്മുടെ ആവശ്യമാണ്, അത്യാവശ്യമാണ്. നമ്മൾ ഇത് ചെയ്യുക തന്നെ വേണം. പക്ഷേ അതങ്ങനെ വെറുതെ നമുക്ക് ഒരാളോട് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റില്ല. അതിനാണ് ഈ ഹോപ്പണോപ്പണോ പ്രെയർ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ശാന്തമായിട്ട് യാതൊരുവിധ ഡിസ്റ്റർബൻസും ഇല്ലാത്ത ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. അവിടെ ഒന്ന് ചമ്രം പടിഞ്ഞിരിക്കുക. ചമ്രം പടിഞ്ഞിരിക്കാൻ പറ്റാത്തവർക്ക് കസേരയിൽ ഇരിക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ വലത് കൈയെടുത്ത് ഇടത് നെഞ്ചിൽ വച്ചതിന് ശേഷം ശ്വാസം ഉള്ളിലേക്ക് പതിയെ എടുക്കുക. എന്നിട്ട് പതിയെ പുറത്തേക്ക് വിടുക. ഇങ്ങനെ ഒരു 5 പ്രാവശ്യം ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സൊന്ന് ശാന്തമാകും. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു പൂർണ്ണത കിട്ടണമെങ്കിലും നമുക്ക് ഫാസ്റ്റായിട്ട് ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ ആദ്യം ഒന്ന് നമ്മളെ ശാന്തമാക്കുക. അത് ഏത് കാര്യത്തിലാണെങ്കിലും മാനിഫെസ്റ്റേഷൻ്റെ കാര്യത്തിലാണെങ്കിലും എന്തിലാണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ചെയ്യുക. അതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ വലത് കൈയെടുത്ത് ഇടത് നെഞ്ചിൽ വച്ചതിന് ശേഷം ആരിൽ നിന്നാണോ നിങ്ങൾക്ക് മോചനം വേണ്ടത് ആ വ്യക്തിയെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരിക. അവരുടെ മുഖം വ്യക്തമായും കൊണ്ടുവരിക, വിഷ്വലൈസ് ചെയ്യുക. ഇഷ്ടമില്ലെങ്കിൽ പോലും കൊണ്ടുവന്നേ പറ്റൂ. എന്നിട്ട് അയാളുടെ 2 പുരികങ്ങളുടെ മധ്യത്തിലായി നോക്കുക. ഇമാജിൻ ചെയ്യുക, കണ്ണുകൾ തുറക്കാൻ പാടില്ല. എന്നിട്ട് പറയുക, ഐ എം സോറി, ഐ എം സോറി, ഐ എം സോറി, ഞാൻ നിങ്ങളെ വെറുത്തു, ഐ എം സോറി. എനിക്ക് എന്ത് അധികാരമാണുള്ളത് നിങ്ങളെ വെറുക്കാൻ? നിങ്ങൾ ഈശ്വരൻ്റെ സൃഷ്ടിയാണ്, എന്നിട്ടും ഞാൻ നിങ്ങളെ വെറുത്തു, ഐ എം സോറി. എൻ്റെ നെഗറ്റീവ് ഫ്രീക്വൻസി കാരണമാണ് നിങ്ങളെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തത്, ഐ എം സോറി. എൻ്റെ കർമ്മഫലത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്, ഐ എം സോറി. ഞാൻ എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും വെറുത്തിട്ടില്ല. പക്ഷേ ഞാൻ നിങ്ങളെ വെറുത്തു, ഐ എം സോറി. നിങ്ങളെ ജയിക്കണമെന്ന് പറഞ്ഞ് നിങ്ങളെ ഞാൻ ഒരു മത്സരാർത്ഥിയായി കണ്ടു. അതുകൊണ്ട് തന്നെ നിങ്ങളും എന്നോട് മത്സരിച്ചു കൊണ്ടേയിരുന്നു. പ്ലീസ് ഫർഗീവ് മീ. നിങ്ങളെ ഞാനൊരു വില്ലിയായിട്ടോ കണ്ടു. പ്ലീസ് ഫർഗീവ് മീ. എൻ്റെ നെഗറ്റീവ് ഇമോഷൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്തത് ഞാനാണ്. എന്നിട്ട് എല്ലാ കുറ്റാരോപണങ്ങളും ഞാൻ നിങ്ങളിൽ ചുമത്തി, ഐ എം സോറി. എൻ്റെ നെഗറ്റീവ് പാറ്റേണിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ മാത്രമാണ് നിങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്ലീസ് ഫർഗീവ് മീ. എൻ്റെ നെഗറ്റീവ് ഹാബിറ്റ് പണ്ട് മുതലേ ഉള്ള ഒരു ശീലമാണ്. എന്നിട്ട് ഞാൻ നിങ്ങളെ വെറുത്തു. പ്ലീസ് ഫർഗീവ് മീ. ഞാൻ നിങ്ങളെ ഏതോ രീതിയിൽ വേദനിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ എനിക്ക് വേദന തരുന്നത്. പ്ലീസ് ഫർഗീവ് മീ.
താങ്ക് യു, താങ്ക് യു. എൻ്റെ നെഗറ്റീവ് ഫ്രീക്വൻസി നിങ്ങൾ കാണിച്ചു തന്നതിന് താങ്ക് യു. എൻ്റെ ഉള്ളിൽ ഇത്രയും നെഗറ്റിവിറ്റി ഇരിക്കുന്നത് കാണിച്ചു തന്നതിന് താങ്ക് യു. ഞാൻ ഈശ്വരനോട് അടുക്കാൻ നിങ്ങൾ കാരണമായതിന് താങ്ക് യു. എനിക്ക് കുറേ പാഠങ്ങൾ പഠിപ്പിച്ച് തന്നതിന് താങ്ക് യു. കുറേ ലെസൺസ് നിങ്ങൾ കാരണം ഞാൻ പഠിച്ചു. താങ്ക് യു. ഞാൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് മാറിയതിന് നിങ്ങളാണ് കാരണം. താങ്ക് യു. എൻ്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യബോധമുണ്ടായത് നിങ്ങൾ കാരണമാണ്. കാരണം നിങ്ങളുടെ മുമ്പിൽ ജീവിച്ചു കാണിക്കണമെന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം അതുണ്ടാക്കിയത് നിങ്ങളാണ്. ഐ ലവ് യു. എനിക്ക് നിങ്ങൾ വില്ലനാണെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഹീറോ ആണ്. സോ ഐ ലവ് യു. നിങ്ങൾ ഈശ്വരൻ്റെ സൃഷ്ടിയാണ്. എന്നിട്ട് ഞാൻ വെറുത്തത് എൻ്റെ തെറ്റാണ്. ഐ ലവ് യു. എൻ്റെ നെഗറ്റീവ് ഇമോഷൻസ് എല്ലാം കാണിച്ചു തന്ന് എന്നെ പോസിറ്റീവായിട്ടുള്ള വ്യക്തിയാക്കി മാറ്റാൻ കാരണമായത് നിങ്ങളാണ്. ഐ ലവ് യു. ഐ ലവ് യു. ഐ എം സോറി. പ്ലീസ് ഫർഗിവ് മീ. താങ്ക് യു. ഐ ലവ് യു. ഐ എം സോറി. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. 5 മിനിറ്റ് കണ്ണുകളടച്ച് ശാന്തമായി തന്നെ അങ്ങനെ ഇരുന്നതിന് ശേഷം പതിയെ കണ്ണുകൾ തുറക്കുക. നിങ്ങളുടെ സ്ട്രെസ്സെല്ലാം ദീർഘനിശ്വാസമായിട്ട് പുറത്തു പോകുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. നിങ്ങളുടെ സ്ട്രെസ്സെല്ലാം റിലീസായി പോകുന്നതും നിങ്ങൾ വളരെ ശാന്തമായിട്ടിരിക്കുന്നതും നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാൻ കഴിയും. ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 ദിവസമെങ്കിലും ചെയ്യുക. പറ്റുമെങ്കിൽ ഒരു 21 days കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് പൂർണ്ണ മുക്തി കിട്ടുന്നതാണ്. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എമോഷൻസ് എല്ലാം പുറത്തു പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുമ്പോൾ അവർ വളരെ വേഗം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. ഇത് എല്ലാവരും ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഞാനിത് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.